ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു കിഡു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായാലും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കുഴക്കയോ പരുത്തിയോ ഒന്നും തന്നെ ആവശ്യമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവരുത്. കുറച്ചൊരു കട്ടിയായിട്ടാണ് ഈ ഒരു ശർക്കരപ്പാനി വേണ്ടത്. 1/4 കപ്പിന് താഴെ തന്നെ മതിയാവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് 1/2 കപ്പൊക്കെ തേങ്ങ ചിരകിയത് മതിയാവും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള അവിലായാലും ബ്രൗൺ കളർ അവിലായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു അവിലും തേങ്ങയിലൊക്കെ ആ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണ വരെ 2-3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അവിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. തേങ്ങ മാത്രമായാലും അങ്ങനെ ആയാലും ചെയ്തെടുക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത സമയത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് പോവരുത്. സാധാരണ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇത് ദോശയായിട്ട് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ ദോശയാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 2 തവിയൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. മുകൾ ഭാഗം മാവൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വെന്ത് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാവും. എന്നാൽ പിന്നെ പാനിൽ നിന്ന് മാറ്റാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കുന്നത്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ദോശയും കൂടെ ചുട്ടെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ചുട്ടെടുത്തിട്ടുള്ള ദോശയിൽ ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടിയാവുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ കളർ മാറി ചെറുതായിട്ട് ബ്രൗൺ കളർ വരുന്ന ആ ഒരു ഭാഗം താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ ഈ ദോശയുടെ ഇതുപോലെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു മടക്കാനുള്ള ഒരു ഭാഗത്ത് മാത്രം ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിലൊക്കെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുകയും ചെയ്യും. മൈദദോശ ആയത് കാരണം ചൂടോട് കൂടിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും. പിന്നെ ഒട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ലെയറോട് കൂടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിൽ ആ തേങ്ങയുടെയും അവിലിൻ്റെയും ശർക്കരയുടെയൊക്കെ ആ ഒരു ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.